ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്ത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാം. ചേട്ടായി ഇങ്ങനെ കുറേ ദിവസമായിട്ടോ പറയുന്നു ഒന്നുമില്ല, എറണാകുളത്ത് കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ പറയുകയാണ്. ഇതേപോലെ പല വീഡിയോസും ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗാലറിയിൽ. അങ്ങനെ ഒത്തിരി വീഡിയോസായി. അപ്പോൾ ഇതെന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് എടുത്താണ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി അമർത്തി നമ്മുടെ തുറന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയെന്നാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ ഡാവിക്കുട്ടൻ വണ്ടി കയറിയപ്പോൾ തന്നെ കാറ്റടിച്ചപ്പോൾ തന്നെ ആൾ ഉറക്കമായി. അപ്പോൾ നമ്മളിത് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റേക്കുട്ടലിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഡാഡി അതും ഇതൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ ഡാഡിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കാമോ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. കാരണം നമ്മൾ പോകുന്ന വഴി ബൈക്കിൽ വണ്ടിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇത് വലിയ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും കാണിക്കാനില്ല. അപ്പോൾ ചെറിയൊരു ഔട്ടിങ് എന്നുള്ള രീതി, കുട്ടന്മാർക്കൊരു ഹാപ്പിനെസ്സും എനിക്കൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇറങ്ങുന്നത്. നമ്മുടെ ഡാവിക്കുട്ടൻ വണ്ടി ഇരുന്ന് നല്ല ഉറക്കമാണ്, കാറ്റടിച്ച് അപ്പം തന്നെ അവൻ ഉറങ്ങിക്കളയും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാക്കി ഹെൽമെറ്റ് വെക്കാൻ എറണാകുളത്താണ്. ഇത് നമ്മുടെ ഹൈക്കോടതിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ആശിന് നിങ്ങൾക്കൊരു ഹൈക്കോടതി, നമ്മുടെ എറണാകുളത്തുള്ള ഹൈക്കോടതിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഡാഡിയുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു, ഡാഡി ഇത് എന്ത് ബിൽഡിംഗാണ് ഡാഡി എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് എഴുതി കാണിച്ചപ്പോൾ ഈ ഡാഡി ഹൈക്കോടതി എന്നും പറഞ്ഞ് കാണിച്ചു തരുന്നതാണേ. നമ്മളങ്ങോട്ട് പോക്കലൊക്കെ കുറവാണല്ലോ. അപ്പോൾ നമ്മളിന്ന് മറൈൻ ഡ്രൈവിൽ കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. എന്നിട്ട് നമുക്ക് ആദ്യം പാർക്കിൽ കയറിയിട്ട് മറൈൻ ഡ്രൈവിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പേ ഔട്ടുള്ള പാർക്കും ഉണ്ട്, അപ്പുറം പേ ഔട്ട് ഇല്ലാത്ത പാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കയറാം, സ്ഥിരം ഇവിടെ കയറാം. അപ്പം ബോട്ടിംഗ് ഒക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ അതൊക്കെ ഒന്നും വോക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്വിമ്മിങ് മറ്റേ സ്കേർട്ടിങ് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിയും കാര്യങ്ങളൊക്കെ ചേട്ടായി അവിടെ നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ തന്നെ കയറി കേട്ടോ. എല്ലായ്പ്പോഴും ഇവിടെ വരും ചോക്കൂട്ടൻ ചേട്ടായി അതിലും ഇതിലൊക്കെ റൈഡിലൊക്കെ കയറുന്നത് നമുക്കിവിടെ സ്ഥിരമാണ്. പിന്നെ പിള്ളേരെയും കൊണ്ടൊരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നതാണ്, പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനെ എണീപ്പിക്കുന്നത് കൊമ്പനാന കുട്ടപ്പനെ കാണിച്ചു കൊടുത്തിട്ടാണ്. കുട്ടപ്പനെ കാണിച്ച് കണ്ണൊക്കെ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് എണീപ്പിക്കാൻ നോക്കി കേട്ടോ. ഇത്തിരി നേരം കഴിയുമ്പോഴാണ് ആളൊന്ന് ചീറപ്പാവുന്നത്. അതുവരെ ഡാഡി എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊന്ന് സുമാറായി. അപ്പോൾ നമ്മുടെ ഷോർട്സിൽ വേണ്ടിയിട്ടുള്ള വീഡിയോസും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എന്നൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഓർത്തില്ല, കാരണം കുട്ടന്മാരോട് കളിക്കാൻ വേണ്ടി പുറകെ ഓടുവോ എടുക്കുമോ എന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷേ അവന്മാർ രണ്ടുപേരും കൂടി അങ്ങനെ കൈയും പിടിച്ച് നടന്നു ഓരോ കാര്യങ്ങളിൽ ചേട്ടായി ആദ്യം കാണിച്ചു കൊടുക്കും കേട്ടോ. ഡാവിക്കുട്ടനെ ചേട്ടായി വന്നിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഡാവിക്കുട്ടനും പുറകെ വരും. ഇതിലേ കൂടി ചേട്ടായി സർക്കസ് ആയിരുന്നു കേട്ടോ. ചേട്ടായിക്ക് ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം വരുന്നത് കാരണം ഡാവിക്കുട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കുഞ്ഞൂട്ടൻ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നതായിരുന്നേ. അപ്പോൾ ഡാവിക്കുട്ടൻ ഉറക്കത്തിന് എണീറ്റ് നോക്കിയായിട്ട് നിന്നത് ഇപ്പം തന്നെ ആയിരുന്നു കേട്ടോ, ഇപ്പോഴായിരുന്നേ. അങ്ങനെ ചേട്ടായി വിളിച്ചുകൊണ്ടൊക്കെ പോയി കയറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവനും കുഞ്ഞാണല്ലോ, ജോക്കുട്ടൻ ചേട്ടായും കുഞ്ഞാണല്ലോ. അപ്പോൾ അവൻ അതിൻ്റെതായ ഒത്തിരി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അവനോട് ശ്രദ്ധിച്ച് ഗൈഡ് ചെയ്ത് പറഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വാവേനെയും കയറ്റണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ആള് കൊണ്ടുകൊണ്ട് നടന്നു. പിന്നെ അവൻ്റെ കളിയുടെ ഇടയിൽ ഒന്നും അങ്ങോട്ട് മങ്ങിപ്പോയാലും തിരിച്ച് വന്ന് ഡാവി എന്നും പറഞ്ഞ് വരും കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ സ്ലൈഡിങ് ഒക്കെ ചെയ്താണ്. പിന്നെ ഡാഡി അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറകെ ഫോണും കൊണ്ട് വന്നു കേട്ടോ. ഡാഡി ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഡാഡി ന്യൂട്രലിൽ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനങ്ങളും കാര്യങ്ങളുള്ള ഈ ചേട്ടായി ഇങ്ങനെ എല്ലാവർക്കും മാറി മാറി കൊടുക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. എന്നാൽ വാ അടുത്ത ആൾ കയറ് എന്നും പറഞ്ഞ് ചേട്ടായി എല്ലാവരും കയറിയിട്ട് അവസാനം കയറാൻ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി. അങ്ങനെ ചേട്ടായിയും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനത് സിമ്പിളായിട്ട് കയറുന്നുണ്ട് ഡാഡി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിന്ന് പറയും. പിള്ളേരുടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാഡി അടുത്ത് പറഞ്ഞു, ഞാൻ ഓട്ടലും നിർത്തി, ഡാഡി ഓടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഡാവിക്കുട്ടൻ കിടക്കുന്നു. നമുക്ക് വീഡിയോസും എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കുന്നതുകൊണ്ട് അങ്ങനെതായ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞൊക്കെ പോവും കേട്ടോ ഫോണ്. എല്ലാ വീഡിയോക്കകത്തും എന്നെ മിക്കപ്പോഴും കാണാറില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് കേട്ടോ. കാരണം ഡാഡിക്ക് മിക്കപ്പോഴും കോളുകൾ വരും കേട്ടോ. ഓഫീസിൽ നിന്ന് കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡാഡി ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ വെച്ച് ഡാഡിയുടെ കയ്യിലോട്ട് അങ്ങ് ഫോൺ കൊടുക്കുകയാണെങ്കിൽ ഒരു 1-2 സെക്കൻഡുള്ള വീഡിയോ മാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഡാഡി എടുത്ത് ഞാൻ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തെടുത്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ തന്നെ സെൽഫി ക്യാം പിടിക്കണം കേട്ടോ. അല്ലെന്നാണെങ്കിൽ എൻ്റെ വീഡിയോക്കകത്ത് കാണാനേ പറ്റത്തില്ല. കാരണം ഇവന്മാരുടെ കളിയും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഡാഡിയുടെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫി എടുത്താലേ എന്നെ കാണുള്ളൂ വീഡിയോക്കകത്ത്. അപ്പോൾ ഞാനിങ്ങനെ
നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് കയറി അവിടുന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്നതായിരുന്നു കേട്ടോ. ഇതിൽ കുഞ്ഞു ഭാവിയായിരുന്നപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഒരു ഇതേ കണക്ക് താറാവിൻ്റെ ഡക്കി കയറി ഇരുന്നിട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ റീക്രിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ കയറ്റിയതാണ് കേട്ടോ. 2 കൂട്ടന്മാരും കൂടി കയറി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജോക്കുട്ടൻ ചേട്ടായി കയറിയപ്പോഴേക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ എനിക്ക് പൊക്കവും മണ്ണൊക്കെ ഉണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് അവൻ ചാടി ഇറങ്ങുന്നതാണേ. പക്ഷേ എനിക്ക് എൻ്റെ മോൻ എപ്പോഴും കുഞ്ഞാവേ ആയിരിക്കുമല്ലോ. അത് ഇപ്പോൾ ഡാഡി പറയുന്നുണ്ട്, ഡാഡി കളിയാക്കി കേട്ടോ, അനങ്ങുന്നില്ലടി വണ്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ നമുക്കത് അമ്മമാർക്ക് അത് പോകത്തില്ലല്ലോ, നമ്മുടെ എത്ര മക്കൾ വലുതായാലും. അപ്പോൾ ഇത് പണിയായിരുന്നേ. ചേട്ടായി ചാടി കറക്കി കൊടുത്തോണ്ടിരുന്നപ്പോൾ ഡാവിക്കുട്ടൻ ഒറ്റ ചാട്ടം കേട്ടോ. എന്തായാലും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഈ തവളയിലൊക്കെ നമ്മുടെ ചേട്ടായി കയറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സമയം അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് ഈ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ, ഓർമ്മയുണ്ടോടാന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഡാവിക്കുട്ടനും കയറുന്നു, നീയും കയറുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അയവർക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇങ്ങനെ പഴയ ഓൾഡ് മെമ്മറീസൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അയവർത്ത് ഡാഡിയുടെയും ജോക്കുട്ടൻ ചേട്ടായിയുടെയൊക്കെ ചെവി തിന്നാറുണ്ട്. അവർ രണ്ടുപേരും എന്നെ മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ കുട്ടന്മാർ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് പിന്നെ ഇതിനകത്തും ഒക്കെ ജോക്കുട്ടൻ ചേട്ടായി ഒത്തിരി കളിച്ചിട്ടുണ്ടേ. ഇന്നിപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് കളിക്കാൻ കൂട്ട് നമ്മുടെ ഡാവിക്കുട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡാവിക്കുട്ടൻ ഇതിനകത്തോട്ട് കയറുന്നില്ലായിരുന്നു, അവൻ പുറമേ നിന്ന് കളിക്കുകയായിരുന്നു. അവൻ്റെ അകത്തോട്ട് കയറാൻ പേടിയായിരുന്നു. പിന്നെ നമ്മുടെ മായാവിനെ കുല്ലുട്ടാപ്പിനെ കണ്ടപ്പോൾ ഡാവിക്കുട്ടൻ കരച്ചിലായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങുന്നതാണ്. പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ഒരു കുന്ന് ആളുകളുണ്ടായിരുന്നു ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. വലിയ രസമൊന്നുമില്ല, വെറുതെ ഒരു പറ്റിക്കൽ മാത്രം. അതിലൊന്നും നമ്മൾ കയറിയില്ല. സ്ഥിരം കയറിയിരിക്കുന്ന കാരണം പിന്നെയും ഇവന്മാരെ ഒന്ന് കാണിക്കാം, നമുക്കൊരു മൈൻഡ് ഫ്രഷ് എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നതാണേ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഈ വെട്ടം സമയത്ത് വന്നത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ കിട്ടി കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ ഡാഡി ഇരുത്തത്തില്ല കേട്ടോ. ഡാഡി ഇങ്ങനെ പറയാം, എന്താ നമുക്ക് പോകാം അല്ലെങ്കിൽ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഡാഡി നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഓൾമോസ്റ്റ് അവൻ അതിനകത്തൊന്നും പേടിയില്ലാതുകൊണ്ട് ഇരുന്നു കേട്ടോ. ഡാവിക്കുട്ടൻ ഇതിനകത്തൊക്കെ ഒന്നും തൊടുന്ന പോലും ഇല്ലായിരുന്നു. അമ്മേ ഉമ്പോ എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ ആള്. അങ്ങനെ ഞാൻ ഈ ബാലരമയുടെ അവിടെ നിർത്തി 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് തന്നെ. പിന്നെ ഇവിടെ കുട്ടന്മാരായിട്ട് കുറച്ച് നേരം സ്പെൻഡ് 7 മണിയാകുമ്പോൾ നമ്മുടെ പാർക്ക് അടയ്ക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ നേരെ ഇരുട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഡാഡിയാണ് കേട്ടോ, അവൻ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു പാൻറ്റൊക്കെ അഴുക്കാക്കിയിട്ടുണ്ട് ആൾ അവിടെ ഇവിടേക്ക് ഇരുന്ന്. അങ്ങനെ ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്നപ്പോൾ ഡാവിക്കുട്ടൻ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം കേട്ടോ. ഡാവിക്കുട്ടൻ എല്ലാത്തിലും ഇറങ്ങിയപ്പോഴേക്കും ഒന്ന് ഇടഞ്ഞു ആൾ. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ക്ഷീണിച്ചത് കാരണം എൻ്റെ ജീൻസ് എല്ലാം ലൂസായി കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് ബെൽറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഡാവിക്കുട്ടൻ ചേട്ടായിയുടെ ഗ്ലാസ്സിന് ഇടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മാമ്മ ഡാവിക്കുട്ടൻ നേതാപ്പിയുടെ ഗ്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വലിച്ചു വാങ്ങിച്ചൊക്കെ വെച്ചായിരുന്നു. അത് കാരണം നമ്മൾ ഡാവിക്കുട്ടൻ്റെ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. അവനത് ഈ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അങ്ങനെ അതൊക്കെ വെച്ചിട്ടുള്ള ഷോയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ചേട്ടായിക്ക് വാച്ച് എന്തോ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരാൾക്ക് കണ്ണാടിയും ഒരാൾക്ക് വാച്ചും വാങ്ങിച്ചു കേട്ടോ. 2 പേർക്കും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോയത് മറൈൻ ഡ്രൈവിലായിരുന്നു കേട്ടോ. ഇപ്പുറത്തേക്ക് വണ്ടി നിർത്തിയിട്ട് അവിടെ വന്നു കേട്ടോ. പക്ഷെ അവിടെ വന്നപ്പോൾ ഓൾമോസ്റ്റ് പോസ്റ്റായി. നമ്മുടെ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിസ്പ്ലേയും ബാക്കും ഒക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാംസങ്ങിൽ കൊടുത്തിട്ട് മാറിയായിരുന്നു കേട്ടോ. ഫുൾ ഒരു മൊബൈൽ വാങ്ങിക്കാനുള്ള പൈസയോളം നമുക്ക് ഇവ ശരിയാക്കിയപ്പോൾ ആയി കേട്ടോ. ഇത്രയും വിലയുള്ള മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പണി കിട്ടും എന്നൊക്കെ ഞാൻ ഡാഡിയുടെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡിസ്പ്ലേ ഒക്കെ മാറിയതല്ലേ, ഗ്ലാസ് കൈയോടെ ഒട്ടിക്കാന്ന് പറഞ്ഞ് നമുക്ക് മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒന്നും നടക്കാനോ ഇരിക്കാനോ പാലോ ഒന്നും കാണിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഏകദേശം നമ്മൾ ഫോൺ കടയിൽ നിന്ന് കവറും ഗ്ലാസ് ഒട്ടിക്കലും ഒക്കെ കഴിഞ്ഞ ഒരു നേരമായി. വിശന്ന് കുരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് അവിടുത്തെ അടുത്തുള്ള കടയിൽ തന്നെ ജ്യൂസും ലൈമും പിന്നെ കടികൾ എന്തൊക്കെയായിരുന്നു കേട്ടോ. ചെറിയൊരു മിനി ബർഗറും അങ്ങനെ കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ഡാവിക്കുട്ടിന് ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവനൊരു വാഴയ്ക്കാപ്പം, അതായത് നമ്മുടെ പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 15 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിന്ന് കേട്ടോ. കാരണം നല്ല നേരം ഇരുട്ടിയായിരുന്നു. നമ്മൾ ഫോൺ കടയിൽ തന്നെ ഓൾമോസ്റ്റ് ടൈം മുഴുവൻ കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് ചിരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നേരെ ഇരുട്ടിപ്പോയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം കൂടി ഇന്നേനും പിന്നെ ഡാഡിക്ക് ഓട്ടോ ഒക്കെ എടുക്കാൻ സമയമായിരുന്നു. ഓട്ടോ എടുക്കാൻ പോകണമായിരുന്നു. അത് കാരണം നമ്മൾ നല്ല രസമുണ്ടല്ലേ, നമ്മൾ ചാർലിയിൽ കണ്ട ഒരു ബോട്ടൊക്കെ ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെ എനിക്ക് തോന്നി കേട്ടോ. ഞങ്ങൾ തിരിച്ച് നമ്മളിതേ വീട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാലും എനിക്ക്
അങ്ങനെ ആ കുറച്ച് നേരം ആ ബോട്ടൊക്കെ പോകുന്നൊക്കെ കണ്ട് നോക്കിയൊക്കെ നിന്നിട്ട് നമ്മൾ പയ്യനെ വീട്ടിലോട്ട് ഇറങ്ങുന്നതാണേ. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ നേരമായിട്ട് ഇരുട്ടി നമ്മുടെ ഡാവിക്കുട്ടൻ വണ്ടി ഇരുന്ന് തിരിച്ച് കാറ്റ് കണ്ടപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. സ്ഥിരം പല്ലവി വണ്ടി കയറുമ്പോൾ അവൻ ഉറങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.